പാലക്കാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ ക്യാമറയ്ക്ക് വിരുന്നൊരുക്കുന്ന ദൃശ്യങ്ങൾ ആവോളം ഉണ്ടായിരുന്നു. അന്നത്തെ യാത്രയിൽ ലക്ഷ്യം രാമശ്ശേരിയായിരുന്നു. രാവിലെ എത്തി രാമശ്ശേരി ഇഡലി കഴിച്ചു. അവിടുന്ന് അഗ്രഹാരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയപ്പോഴും ക്യാമറയ്ക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല. ഭ്രമയുഗത്തിലെ തറവാടായ ഒളപ്പമണ്ണയോട് കിടപിടിക്കുന്ന ഒരു ഗംഭീര നിർമ്മിതി. പുറത്തുനിന്ന് തന്നെ യഥാർത്ഥമായ വന്യത സൃഷ്ടിക്കുന്ന ഒരു വിസ്മയ കാഴ്ച കാണാം. ടൈം പാസ് വിത്ത് അഭിനവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭ്രമയുഗ കാരണവർ കുടുമൻ പോറ്റി സാക്ഷാൽ മമ്മൂട്ടിക്ക് വയസ്സ് 72. ഇവിടെയുമുണ്ട് കാരണവരായി ഒരു 72-കാരൻ ശ്രീ അജിത് കുമാർ. അങ്ങനെ നോക്കിയാൽ സാമ്യതകളേറെ. സിനിമയിൽ കണ്ട സെറ്റ് പോലെ തന്നെയുള്ള ഒരു ഗംഭീരമായ തറവാട്. സെറ്റിടാതെ ഭ്രമയുഗം ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരിടം. ഇനി അല്പം ചരിത്രം കേൾക്കാം. 72-കാരനായ അജിത് കുമാർ തന്നെ അത് നമ്മോട് പറയും. ഇത് ആക്ച്വലി ഞങ്ങൾ പാലക്കാടുകാരല്ല, ഞങ്ങൾ മലബാർ സൈഡാണ്. മലബാറിന് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ സാമൂതിരി രാജാവ് മരിച്ചു ഇതായില്ലേ, അദ്ദേഹത്തിൻ്റെ പടയാളികളായിരുന്നു. അപ്പോൾ പടവെട്ടി നായന്മാരനാ പണ്ടുണ്ടായിരുന്നു. അതിന്നൊരു ഭാഗം ഇരിങ്ങാലക്കുടിയിൽ പോയി. ഇരിങ്ങാലക്കുടിയിൽ നിന്നൊരു ഭാഗമാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ പടവെട്ടി നായന്മാർ ലോപിച്ച് അത് വടവട്ടത്തെ തറവാട്. അതിൽ എൻ്റെ മുത്തശ്ശിയുടെ 3 അനിയത്തിമാർ, പിന്നെ ഇദ്ദേഹം. അപ്പോൾ പുള്ളി 27-ാമത്തെ വയസ്സിൽ ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിന് പോയതാണ്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ചേച്ചിയോട് പറയുന്നത് എങ്ങനെയാണ്, ചേച്ചി ഞാൻ പോവുകയാണ്, വന്നു കാണാം, അത്ര പറയാൻ പറ്റുള്ളൂ. പിന്നെ വന്നിട്ടില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, വർഷങ്ങൾ പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ, ഈ അടുത്ത കാലത്ത് അറിയണത് പുള്ളി ഇത്രാമത്തെ വയസ്സിൽ മരിച്ചു. ഇന്നവിടെ വെച്ച് മരിച്ചു. ഇടുക്കിയിലൊരു ടോം ജോസ് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ചരിത്ര അധ്യാപനം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 5 മലയാളീസ് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ടുണ്ട്. 4 ആളെ കിട്ടി, ഒരാളെ കിട്ടിയിട്ടില്ല. അപ്പോൾ അയാൾ മനോരമയിൽ ഇത് കൊടുത്തു. ഇങ്ങനെ ഒരാൾ സ്വാതന്ത്ര്യ സമര സേനൻ ഇന്നും അജ്ഞാതൻ. അതെൻ്റെ കണ്ണ് പെട്ടു. ഞാനത് അനിയനെടുത്ത് പറഞ്ഞു. അവനെ വിളിച്ച് അവനെ കൊടുത്ത്, പിന്നെ അവൻ കോൺടാക്ട് ചെയ്ത്, പിന്നെ അവർ ഇവിടെ 3-4 പ്രാവശ്യം വന്ന് ഒക്കെ ഇതാക്കി. പിന്നെ മനോരമയുടെ ആൾക്കാരും ലേഖനമൊക്കെ ഉണ്ട്. ഇത് പണ്ട് ഒരു നമ്പൂരി ഇല്ലായിരുന്നു പട്ടപ്പരയുടെ. അവരെല്ലാം ഇവിടുന്ന് പോയ ശേഷം ഞങ്ങൾ വന്ന് മേടിക്കുമ്പോൾ അത് പട്ടപ്പരയായിരുന്നു. 4 കെട്ടും പട്ടപ്പര. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്, അമ്മാമൻ, അദ്ദേഹം താപ്പനാർ, അതും വലിയ താപ്പനാർ. അയാളുടെ പേരിന് വേണ്ടിയിട്ടാണ് മരുമാൻ ഈ പേരിട്ടത്. അദ്ദേഹം കലയക്കുളങ്ങര യമൂർ ഭാഗത്തുള്ള അമ്പലമില്ലേ, കൈപ്പത്തി, അതിൻ്റെ കാര്യസ്ഥനായിരുന്നു. ഒരുപാട് സ്വത്തുക്കൾ യമൂർ ഭാഗത്തുള്ള അധീനപ്പെട്ട് കിടക്കണമെന്ന് പറഞ്ഞ് പുള്ളി അത് മുഴുവൻ പിടിച്ചെടുത്ത് പാലക്കാട് രാജാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, താപ്പ നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചു. അത്ര അതായത് ഞങ്ങൾ അറിവിട്ടോ, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ തിരുമേനി എൻ്റെ തറവാട് പട്ടപ്പേരാണ്, എനിക്കത് വോട്ടുപേരാക്കണം. അതിനെന്താ എടുത്തോ, ഈ കംപ്ലീറ്റ് മരങ്ങൾ വാഴാർക്കാട്ടില്ല, എല്ലാം കംപ്ലീറ്റ് ഒന്നും പെടുത്തില്ല, എല്ലാം വാഴാർക്കാട്ട് അന്നത്തെ കൊണ്ടുവന്ന് കെട്ടി. അദ്ദേഹത്തിൻ്റെ ഫോട്ടുണ്ട് ഇവിടെ. അത് നമ്പൂരി ഇവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാ മാസവും ഗുരുവായൂർ പോകും. അപ്പോൾ ആൾക്ക് വയ്യാണ്ടായപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ വരണം. വന്നിട്ട് ഇവിടെ കൊണ്ട് അവിടെ ഒരു ആൽമരുണ്ട്. ആനന്ദൻ്റെ സങ്കല്പമാണ്, മഹാവിഷ്ണു സങ്കല്പം. പക്ഷേ ആനന്ദൻ്റെ രൂപത്തിൽ, നാഗത്തിൻ്റെ രൂപത്തിലായിരിക്കും. അതിനുശേഷം അതിപ്പോൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. വർഷം അതിൻ്റെ പൂജകൾ ചെയ്യും. ഇതിപ്പോൾ മാറ്റി സ്ഥാപിക്കണം പറഞ്ഞിട്ടിരിക്കണം. പ്രശ്നമൊക്കെ വെച്ച് നോക്കി അതിൻ്റെ തറക്കല്ലൊക്കെ മാറ്റി ഇപ്പുറത്തേക്കുന്നു. ഇപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങണം പറഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള 60ഓളം ആശാരിമാർ 1 വർഷകാലം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. 5 തലമുറയുടെ കാൽപ്പാടുകൾ പതിഞ്ഞതാണ് ഈ തറവാടിൻ്റെ ഓരോ ഭാഗങ്ങളും. പഴയകാലത്ത് മുറികളിൽ ഉപയോഗിച്ചിരുന്ന ശൗചാലയത്തിൻ്റെ രൂപവും ഇവിടെ കാണാം.
1970 മുതൽ 82 വരെ 12 വർഷക്കാലം ബീഹാറിൽ ബാറ്റ ഷൂ കമ്പനിയുടെ ഫുട്ബോൾ ടീമിലെ കളിക്കാരനായിരുന്നു അദ്ദേഹം. ഭാര്യയും ഒരു മകനും അടങ്ങുന്നതാണ് കുടുംബം. മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള നിർമ്മിതികൾ പലതും പൊളിച്ചുമാറ്റി പുതിയവ നിർമ്മിക്കുന്നല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്റെ നയം വ്യക്തമാക്കി. കുറെ ആൾക്കാർ വന്നു പൊളിച്ചു വെക്കൊണ്ട് ചോദിച്ചു. ഞാൻ എല്ലാ സ്ഥലം നാട്ടുകാരടുത്ത് സ്ഥലം വിടാൻ പറഞ്ഞു. വന്ന അടിക്കിട്ട് നോക്കിയാൽ പറഞ്ഞു. ഫുട്ബോളിൽ ഒരു പ്യുവർ ലെഫ്റ്റ് ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ സജീവ RSS പ്രവർത്തകനാണ്. ഇനിയും തലമുറകൾക്ക് പഠിക്കാൻ ഒരു ഗംഭീര സൗധമായി വടവട്ടത്ത് നായർ തറവാട് നിലകൊള്ളുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പാലക്കാടൻ കാഴ്ചകൾ അവസാനിക്കുന്നില്ല.